കടുത്ത കുടിവെള്ളക്ഷാമത്തിൽ വലഞ്ഞ തലസ്ഥാന നഗരം. ആറ്റുകാൽ വാർഡിലെ ജനങ്ങൾക്കിത് നരകയാതന. மாற்றமில்லாத மாற்றத்தை மாற்றும் என்று சொன்னது யார்? നമ്മ ബിജെപി സംഘി മാറാത്തത് മാറും എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം പിടികിട്ടിയത്. എന്താണെന്നല്ലേ, ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല വൃത്തിയായ നഗരവും പരിസരവും എനി ടൈം ബുദ്ധിമുട്ടില്ലാത്ത കുടിവെള്ളവും, ഇതാണ് മാറാത്തത്. ഇതിനെ മാറ്റിക്കൊണ്ടാണ് ബിജെപി തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ശുദ്ധിയുള്ള നഗരത്തെ ബിജെപി ഭരിക്കാൻ വന്നപ്പോൾ ബീഹാറിലെ തീട്ടപ്പറമ്പായി. തിരുവനന്തപുരം സിറ്റിയിലെ ജനങ്ങൾ പറയുന്ന വീഡിയോ കേൾക്കുക. കടുത്ത കുടിവെള്ളക്ഷാമത്തിൽ വലഞ്ഞ തലസ്ഥാന നഗരം. ആറ്റുകാൽ വാർഡിലെ ജനങ്ങൾക്കിത് നരകയാതന. പ്രായമായവരും കിടപ്പ് രോഗികളും അടക്കം ദുരിതത്തിലാണ്. വീടുകളിൽ ടാങ്കറിൽ വെള്ളമെത്തിച്ച് ക്ഷാമം പരിഹരിക്കുമെന്ന് പറഞ്ഞ മേയറുടെ വാക്കുകൾ വെള്ളത്തിൽ വരച്ച വര പോലെയായെന്ന് നാട്ടുകാരും പറയുന്നു. പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പൈപ്പുകൾ നിരന്നിരിപ്പുണ്ട്. പക്ഷേ ഇത് തുറന്നാൽ ഒരു തുള്ളി വെള്ളം പോയിട്ട് കാറ്റുപോലും വരുന്നില്ല. കുടിവെള്ളമില്ലാതെ തിരുവനന്തപുരത്തെ ആറ്റുകാൽ വാർഡിൽ അനുഭവിക്കുന്നത് നരകയാതന. കൊച്ചുകുട്ടികളടക്കം വലിയ രോഗങ്ങൾക്കും ഇടയാകുന്നു. 2 മാസമായി ആറ്റുകാൽ വാർഡിലെ വട്ടവിള മേഖലയിൽ 150ഓളം വീടുകളിൽ ഈ ദുരിതം തുടങ്ങിയിട്ട് കുടിക്കാനോ ആഹാരം പാകം ചെയ്യാനോ എന്തിന് പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും നേരിടുന്നത് വലിയ ബുദ്ധിമുട്ട്. ഭയങ്കര കഷ്ടം വെള്ളത്തിനെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും കാലുമൊക്കെ വയ്യാത്തവർ, അസുഖങ്ങളൊക്കെ ഉള്ളവരേ ഉള്ളൂ. കുറേ ദിവസം അവിടെ സമരം കിടന്നിട്ട് ഒരു രക്ഷയുമില്ല. ഒരു കുടം വെള്ളമെടുക്കാൻ മീറ്ററുകൾ താണ്ടി പോകുന്ന വയോധികനും വണ്ടിയിൽ പെട്രോൾ അടിച്ച് കിലോമീറ്ററുകൾ താണ്ടി 2ഉം 3ഉം തവണ വെള്ളം കൊണ്ടുവരുന്നവരും പറയുന്നത് അവർ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ നേർചിത്രം. ഇവിടെ വന്ന് കോരി പിന്നെ വീട്ടില് പാനയിലും ബക്കറ്റിലും ഒക്കെ കൊണ്ടുവന്ന് വീത്തും. ഇത് വീത്തിയിട്ട് പിന്നെ വീണ്ടും വരും. വീട്ടിന്റെ അടുത്തുള്ള ബോർവെൽ വീട്ടിൽ നിന്ന് കോരിയിട്ട് വീണ്ടും വിഞ്ഞു വരും. വന്ന് കുറെ നേരമൊക്കെ ഇരുന്നിട്ടാണ് വെള്ളം വീണ്ടും എടുത്തുകൊണ്ട് വരുന്നത്. എത്ര ദിവസം കൊണ്ട് ഒരു 2-3 മാസം കൊണ്ടേ വെള്ളമില്ല അറിയാം. ഈ ഇങ്ങനെ ചെവന്നോട് തന്നെ 1 ലിറ്റർ പെട്രോൾ തന്നെ 110 രൂപ വില. ഇവിടുന്ന് 1 കിലോമീറ്റർ പോയിട്ട് വരുമ്പോൾ 1/2 ലിറ്റർ പെട്രോൾ കയറും. പിന്നെ ഇത് വെള്ളം കിടക്കുന്ന കാര്യമൊന്നുമില്ല. എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലങ്ങളിലും വെള്ളങ്ങളുണ്ട്. നമ്മളെ ഏരിയയിൽ മാത്രം വെള്ളമില്ല. ഞാൻ മരിച്ചാൽ എന്നെ ഒന്ന് കുളിപ്പിക്കാൻ പോലും വെള്ളമില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തൊരമ്മ തേങ്ങിയത് അധികാരികളുടെ കാതിൽ മുഴങ്ങണം. ഇന്ന് എത്ര ദിവസം കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെടണമെന്നറിയുമ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് മെനഞ്ഞാന്ന് ഞാൻ ഇവിടെ നെഞ്ചുവേദന എടുത്ത് പെടച്ചിട്ട് അപ്പുറത്തെ ചേച്ചിയെ വിളിച്ച് ഒരു വെള്ളം വാങ്ങിച്ചാണ് ഞാൻ ഗുളിക കഴിച്ചത്. ആ അവസ്ഥയിലിരിക്കണം ഞാൻ. ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് എന്നെ കുളിപ്പിക്കാൻ വെള്ളമില്ല. എനിക്കത് വളരെയധികം വിഷമമുണ്ട്. നിരന്നിരിക്കുന്ന പൈപ്പുകളിൽ കൃത്യമായി വെള്ളം നൽകിയാൽ മാത്രം മതി പ്രശ്നം പരിഹരിക്കാൻ. പക്ഷേ ഒരു വാർഡിൽ മാത്രമായി അവഗണനയെന്ന് വട്ടവിള സ്വദേശികൾ. ഇത്രയും വിഷമത നമ്മൾ ഇതുവരെ അനുഭവിച്ചില്ല. ഇവിടെ എല്ലാം 1/2 സെന്റ് 1 സെന്റ് 3/4 സെന്റ് സ്ഥലങ്ങളുള്ള ആൾക്കാരാണ് ഉള്ളത്. ഞങ്ങൾക്കൊരു കിണറെടുക്കാനുള്ള സ്ഥിതിയില്ല. കാരണം കിണർ കുഴിക്കാനുള്ള സ്ഥലങ്ങളില്ല. ഈ പൈപ്പിനെയാണ് ഞങ്ങൾക്ക് ആശ്രയം. ഈ പൈപ്പെല്ലാം നമ്മുടെ റോഡ് പൈപ്പിലെങ്കിലും വെള്ളം വന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെയെങ്കിലും എടുത്ത് ഞങ്ങൾ കുടിവെള്ളത്തിൽ പരിഹാരം കണ്ടനായിരുന്നു. കുടിക്കാൻ വെള്ളമേ ഇല്ല. കുപ്പിയിൽ വെള്ളം ഞങ്ങൾ ഈ പറഞ്ഞു മടുത്ത്. ഞങ്ങൾക്ക് വെള്ളം കിട്ടിയാൽ നമുക്ക് വേറെ ഒരു പ്രശ്നവുമില്ല. കണ്ണ് തുറക്കണ്ടെന്ന് വെച്ചാൽ ആരും തുറക്കണില്ല. വേറെയുള്ള സ്ഥലത്തൊക്കെ ഉണ്ട്, നമുക്ക് മാത്രം എന്തിനാണ് കണ്ണു തുറക്കാത്തവര്? താപനില വളരെ കൂടുതലാണ്. കുടിവെള്ളം അവരുടെ അവകാശമാണ്. ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം പ്രാദേശിക ഭരണകൂടത്തിനുണ്ട്. ഉറപ്പാക്കുകയും വേണം. അശ്വേഷിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് മാർലിവ വർഗീസ് പോൾ, ബിഗ് TV ജേർണലിസ്റ്റ്. കേട്ടില്ലേ, ഇതാണ് സംഘികളും ബിജെപിയും പറയുന്നത്. മാറാത്തത് മാറും.